ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈനാപ്പിളിനെ കൊണ്ട് ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. ഒരു നാച്ചുറലായിട്ടൊരു ഡ്രിങ്ക്, ടെപ്പാച്ചോ. ഇതൊരു മെക്സിക്കൻ ഡ്രിങ്കാണ്. ഇത് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യം നമുക്കിതിൻ്റെ തൊലിയാണ്. തൊലിയും അതിൻ്റെ കാമ്പ് ഭാഗവും ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പൈനാപ്പിൾ നല്ല വൃത്തിക്ക് കഴുകി കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫ്ലഷ് ഭാഗം നമുക്ക് ഉപയോഗിക്കേണ്ട, നമുക്കത് മുറിച്ചെടുത്ത തൊലി നമുക്കൊരു ജാറിലേക്ക് എടുത്ത് വെക്കാം. അതിൻ്റെ നടുക്ക് വരുന്ന ആ കാമ്പ് ഭാഗവും നമുക്ക് ഈ ജാറിലോട്ട് ഇടാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇഞ്ചിയും ഗ്രാമ്പൂ കറുവപ്പട്ട ഇത് മൂന്നും ആവശ്യത്തിന് എടുത്തിട്ട് ആ ജാറിലേക്ക് ഇടുക. ഇതിലേക്ക് നമുക്ക് വെള്ളം കുറുക്കിയത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ലായനി നമുക്ക് ഇതിന് ഉപയോഗിക്കാം. കുറച്ച് വെള്ളം ഇതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു തൊലിയൊക്കെ ആ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം, നല്ല രീതിയിൽ തന്നെ മുങ്ങിയിരിക്കണം. എന്നിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അത് കവർ ചെയ്ത് കൊടുക്കാം. 2 ദിവസം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. 2 ദിവസം കഴിയുമ്പോൾ ഇതാ ഈ വീഡിയോ കാണുന്നത് പോലെ ഉണ്ടാകും, ഒരു വെള്ളപ്പാട പോലെ. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ഇത് നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. കുപ്പിയിൽ മാറ്റി അന്ന് തന്നെ നമുക്കിത് ഉപയോഗിക്കാം, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും. അങ്ങനെ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും പൈനാപ്പിളിനെ കൊണ്ടുള്ള ഈ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കുക. ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട്. പതുക്കെ പൊട്ടിക്കണ്ടേ, തെച്ചോടെ